ലോകത്ത് എവിടെ എന്ത് വലിയ കാര്യം നടന്നാലും അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കുന്ന ചിലരുണ്ട്. ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വലിയ വെടിനിർത്തലിനെ കുറിച്ചാണല്ലോ. എന്നാൽ ഈ ഒരു വെടിനിർത്തലിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ ഹീറോസ് തങ്ങളാണ് എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെടുകയാണ്. വെറും അവകാശവാദം മാത്രമല്ല കേട്ടോ. പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിനും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും ഈ വർഷത്തെ നൊബേൽ പീസ് പ്രൈസ് കൊടുക്കണമെന്നാണ് പാക് മാധ്യമങ്ങളും അവിടുത്തെ ബിസിനസ് ഗ്രൂപ്പുകളും വാദിക്കുന്നത്. ഈ ഒരു സംഗതി കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും പാകിസ്ഥാൻ വിയർപ്പൊഴുക്കി തന്നെയാണ് ഈ ഒരു മധ്യസ്ഥ ശ്രമം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ദ ഇസ്ലാമാബാദ് അക്കോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവന്നത് പാകിസ്ഥാനാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും തമ്മിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന അതീവ രഹസ്യമായ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ജനറൽ അസീം മുനീറാണത്രേ. പാകിസ്ഥാന്റെ വാദം ഇതാണ്: വി ആർ ദി ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. അതായത് ചൈനയുമായി അടുത്ത ബന്ധമുള്ള, അമേരിക്കയുമായി സൗഹൃദമുള്ള, ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ അല്ലാതെ മറ്റാരാണ് ഈ സമാധാനം കൊണ്ടുവരിക? ശരിക്കും സംഗതി ഗൗരവമാണ് സുഹൃത്തുക്കളെ. പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമങ്ങളും ബിസിനസ് സംഘടനകളും ഇപ്പോൾ ഒരേ സ്വരത്തിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന രഹസ്യ ചർച്ചകളാണത്രേ ട്രംപിനെയും ഇറാനെയും ഒരു മേശയ്ക്ക് ചുറ്റും എത്തിച്ചത്. ഇതിന് പിന്നിലെ ബുദ്ധി അസീം മുനീറിന്റേതാണെന്ന് പാക് മാധ്യമമായ പാകിസ്ഥാൻ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു സർപ്രൈസ് എൻട്രി. മുൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാനെ നോബൽ സമ്മാനത്തിനായി പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വെടിനിർത്തൽ കാരണം ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു, ലോകം വലിയൊരു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഈ സമാധാന ദൂതന്മാരെ ആദരിക്കണം എന്നാണ് ഇവരുടെ വാദം. ഇവിടെയാണ് നമ്മൾ പാകിസ്ഥാന്റെ മറ്റൊരു മുഖം കാണുന്നത്. സമാധാനത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ അത്ര മോശക്കാരല്ല എന്നതാണ് വാസ്തവം. UN പീസ് കീപ്പിംഗ് മിഷനുകളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സൈനികരെ അയക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. ഏകദേശം 2 ലക്ഷത്തിലധികം പാക് സൈനികർ ഇതുവരെ വിവിധ രാജ്യങ്ങളിൽ സമാധാനത്തിനായി ജോലി ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത്രയും സമാധാനം പുറത്തുണ്ടാക്കുന്നവർ സ്വന്തം നാട്ടിലെ കാര്യം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പാകിസ്ഥാനെ ആരും പഠിപ്പിച്ചില്ലേ എന്നാണ് ലോകം ചോദിക്കുന്നത്. ഒരു വശത്ത് ഇറാൻ അമേരിക്ക വെടിനിർത്തൽ ഉണ്ടാക്കുമ്പോൾ മറുവശത്ത് അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട്. ഇവിടെയാണ് ആ $1 മില്യൺ ചോദ്യം ഉയരുന്നത്. സ്വന്തം നാട്ടിലെ വിലക്കയറ്റവും രാഷ്ട്രീയ അസ്ഥിരതയും മാറ്റാൻ കഴിയാത്തവർക്ക് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നത് അല്പം കടന്നുപോയില്ലേ? തീ കെടുത്താൻ വന്നവർ മഴ പെയ്തപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് പോലെയാണിത്. പാകിസ്ഥാന്റെ ഈ നൊബേൽ മോഹത്തെ സോഷ്യൽ മീഡിയ ട്രോളുന്നത് ഇങ്ങനെയാണ്: